ഇന്ന് നമുക്കൊരു അടിപൊളി നേപ്പാളി ചിക്കൻ ചുക്കാണിയുടെ റെസിപ്പി ചെയ്താലോ. പക്ക ട്രഡീഷണൽ റെസിപ്പി ഒന്നും അല്ല, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല ബട്ടറും യോഗട്ടൊക്കെ വെച്ച് ഉണ്ടാക്കണേണ്ട ഞാൻ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും യോഗട്ടും ഇട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിച്ച് കുറച്ച് വേപ്പില ഇട്ട് ആ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ ഈ ഒരു സീർ ഇടണം കേട്ടോ. ഇനി അടച്ചു വെച്ച് മീഡിയം ഹീറ്റിൽ 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി. പിന്നെ ചിക്കൻ എല്ലാം ഒരു പാനിലേക്ക് മാറ്റി അതിന്റെ മേളിൽ ഇടാനായിട്ട് കുറച്ച് മല്ലിയില ഡൈസ് ചെയ്യാനുണ്ട്, കുറച്ച് മിന്റ് ലീഫ് ഷെഫനാഡ് ചെയ്യാനുണ്ട്, 4 പച്ചമുളക് ഡൈസ് ചെയ്യാനുണ്ട്. ഡൈസ് ചെയ്തെല്ലാം ചിക്കന്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കൂടാണ്ട് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് പുളിയില്ലാത്ത 4 ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒഴിക്കാനായിട്ട് 4-5 ക്യൂബ് ബട്ടർ ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ബട്ടർ ബേൺ ആവും. ഇതുപോലെ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ യോഗട്ടിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇത്രയുള്ള സംഭവം. ഇത് നേരെ ചിക്കന്റെ മേളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ചുക്കാണി റെഡി. എന്റെ ഒരു നേപ്പാളി ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കല്യാണ പരിപാടിക്കൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഒരു സാലഡ് അച്ചാറൊക്കെ പോലത്തെ ഒരു ഐറ്റം. പിന്നെ ഇത് യൂഷ്വലി പൊട്ടറ്റോ വെച്ചാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പൊക്കി പറയണമെന്ന് തോന്നരുത്, സംഭവം വെറുതെ പൊളിയായിരുന്നു. ഞാൻ ചെയ്ത പോലെ നിങ്ങളൊന്ന് ട്രൈ നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.